മനോഹരമായ പ്രകൃതിയെക്കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്കായി സ്പോൺസർ ചെയ്യുന്നത് genreviews.online ആണ്. genreviews.online ഒരു റിവ്യൂ പോർട്ടൽ സൈറ്റാണ്. ഈ വെബ്സൈറ്റിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഡിസ്ക്രിപ്ഷനിൽ വളരെ വ്യക്തമായി കൊടുത്തിട്ടുണ്ട്. ഈ വെബ്സൈറ്റ് സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്നവർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ജെൻറിവ്യൂസിൻ്റെ ലിങ്ക് സന്ദർശിക്കുക. പ്രകൃതിയുടെ സൗന്ദര്യവും പ്രാധാന്യവും. ഉയർന്ന പർവ്വതങ്ങളും വിശാലമായ സമുദ്രങ്ങളും മുതൽ അതിലോലമായ പൂക്കളും സങ്കീർണമായ ആവാസവ്യവസ്ഥയും വരെ എല്ലാം ഉൾക്കൊള്ളുന്ന ജീവിതത്തിൻ്റെ അതിമനോഹരമായ വസ്ത്രമാണ് പ്രകൃതി. ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു പശ്ചാത്തലം മാത്രമല്ല, നമ്മുടെ നിലനിൽപ്പിനെ നിലനിർത്തുകയും നമ്മുടെ ആത്മാക്കളെ പരിപോഷിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സുപ്രധാന ശക്തിയാണ്. ജൈവ വൈവിധ്യത്തിൻ്റെ അത്ഭുതങ്ങൾ. പ്രകൃതിയുടെ ഏറ്റവും ശ്രദ്ധേയമായ വശങ്ങളിലൊന്ന് അതിൻ്റെ ജൈവ വൈവിധ്യമാണ്. ദശലക്ഷക്കണക്കിന് ജീവജാലങ്ങളുടെ ആവാസ കേന്ദ്രമാണ് ഭൂമി. ഓരോന്നും അതിൻ്റെ ആവാസ വ്യവസ്ഥയിൽ സവിശേഷമായ പങ്കുവഹിക്കുന്നു. ഏറ്റവും ചെറിയ സൂക്ഷ്മാണുക്കൾ മുതൽ ഏറ്റവും വലിയ സസ്തനികൾ വരെ. ജീവന്റെ ഈ സങ്കീർണമായ വല നമ്മുടെ ഗ്രഹത്തിൻ്റെ സന്തുലിതാവസ്ഥയ്ക്ക് സംഭാവന നൽകുന്നു. പരാഗണം, പോഷക സൈക്ലിംഗ്, കാലാവസ്ഥാ നിയന്ത്രണം തുടങ്ങിയ അവശ്യ സേവനങ്ങൾ നൽകുന്ന ജൈവ വൈവിധ്യം ആവാസ വ്യവസ്ഥയുടെ പുനരുജ്ജീവനത്തിന് നിർണായകമാണ്. ഈ വൈവിധ്യം കാത്തുസൂക്ഷിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. വനനശീകരണം, മലിനീകരണം തുടങ്ങിയ മനുഷ്യപ്രവർത്തനങ്ങൾ എണ്ണമറ്റ ജീവജാലങ്ങളെയും അവയുടെ ആവാസ വ്യവസ്ഥയെയും ഭീഷണിപ്പെടുത്തുന്നു. സംരക്ഷിത പ്രദേശങ്ങളും വന്യജീവി സങ്കേതങ്ങളും ഉൾപ്പെടെയുള്ള സംരക്ഷണ ശ്രമങ്ങൾ ഭൂമിയിലെ സമ്പന്നമായ ജീവജാലങ്ങളെ സംരക്ഷിക്കാൻ അത്യന്താപേക്ഷിതമാണ്. പ്രകൃതിയുടെ രോഗശാന്തി ശക്തി. പാരിസ്ഥിതിക പ്രാധാന്യത്തിനപ്പുറം പ്രകൃതി നമ്മുടെ മാനസികവും ശാരീരികവുമായ ക്ഷേമത്തിൽ ആഴത്തിലുള്ള സ്വാധീനം ചെലുത്തുന്നു. പ്രകൃതിദത്ത ക്രമീകരണങ്ങളിൽ സമയം ചെലവഴിക്കുന്നത് സമ്മർദ്ദം, ഉത്കണ്ഠ, വിഷാദം എന്നിവ കുറയ്ക്കുമെന്ന് പഠനങ്ങൾ കാണിക്കുന്നു. ഇളകുന്ന ഇലകളുടെ ശാന്തമായ ശബ്ദങ്ങൾ, പ്രശാന്തമായ ഭൂപ്രകൃതിയുടെ കാഴ്ച, കാടിൻ്റെ പുതിയ സുഗന്ധം എന്നിവയെല്ലാം നമ്മുടെ ആത്മാവിനെ പുനരുജ്ജീവിപ്പിക്കും. മാനസികാരോഗ്യം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ഫലപ്രദമായ മാർഗമായി നേച്ചർ തെറാപ്പി അല്ലെങ്കിൽ ഇക്കോ തെറാപ്പി അംഗീകാരം നേടുന്നു. കാൽനടയാത്ര, പൂന്തോട്ട പരിപാലനം അല്ലെങ്കിൽ പാർക്കിൽ ഒരു നടത്തം പോലുള്ള പ്രവർത്തനങ്ങൾ വ്യക്തികളെ പ്രകൃതിയുമായി ബന്ധപ്പെടാൻ അനുവദിക്കുന്നു. ഇത് സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ബോധം വളർത്തുന്നു. സംസ്കാരത്തിലും പ്രചോദനത്തിലും പ്രകൃതിയുടെ പങ്ക്. മനുഷ്യ ചരിത്രത്തിലുടനീളം പ്രകൃതി പ്രചോദനത്തിൻ്റെ ഉറവിടമാണ്. കലാകാരന്മാരും എഴുത്തുകാരും സംഗീതജ്ഞരും പലപ്പോഴും അവരുടെ മാസ്റ്റർ പീസുകൾ സൃഷ്ടിക്കാൻ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നു. പല സംസ്കാരങ്ങളും പ്രകൃതിയുമായി ആഴത്തിലുള്ള ആത്മീയ ബന്ധങ്ങൾ പുലർത്തുന്നു. പ്രകൃതിയെ പവിത്രവും അവരുടെ സ്വത്വത്തിൻ്റെ അവിഭാജ്യ ഘടകവുമായി കാണുന്നു. തദ്ദേശീയ സമൂഹങ്ങൾ പ്രത്യേകിച്ച് ഭൂമിയുമായി യോജിച്ച് ജീവിക്കേണ്ടതിൻ്റെ പ്രാധാന്യം വളരെ കാലമായി തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അവരുടെ നിലനിൽപ്പ് ഭൂമിയുടെ ആരോഗ്യവുമായി ഇഴചേർന്നിരിക്കുന്നുവെന്ന് മനസ്സിലാക്കുന്നു. നാം നേരിടുന്ന വെല്ലുവിളികൾ. പ്രകൃതി മുമ്പെങ്ങുമില്ലാത്ത വിധം ഭീഷണി ഇപ്പോൾ നേരിടുകയാണ്. കാലാവസ്ഥാ വ്യതിയാനം, ആവാസ വ്യവസ്ഥയുടെ നാശം, മലിനീകരണം എന്നിവ ജൈവ വൈവിധ്യത്തിൻ്റെ നഷ്ടം ത്വരിതപ്പെടുത്തുകയും ആവാസ വ്യവസ്ഥയെ തരം താഴ്ത്തുകയും ചെയ്യുന്നു. ഗ്രഹത്തിൻ്റെ സൂക്ഷിപ്പുകാരെന്ന നിലയിൽ നടപടിയെടുക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. മാലിന്യം കുറയ്ക്കുക, ഊർജം സംരക്ഷിക്കുക, സംരക്ഷണ സംരംഭങ്ങളെ പിന്തുണയ്ക്കുക തുടങ്ങിയ സുസ്ഥിര സമ്പ്രദായങ്ങളിലൂടെ ഇത് നേടാൻ കഴിയും. വിദ്യാഭ്യാസവും അവബോധവും ഈ പോരാട്ടത്തിൽ പ്രധാനമാണ്. പാരിസ്ഥിതിക പ്രശ്നങ്ങളെക്കുറിച്ച് ആഴത്തിലുള്ള ധാരണ വളർത്തുന്നതിലൂടെ പ്രകൃതിക്കായി വാദിക്കാനും ഗുണപരമായ മാറ്റങ്ങൾ നടപ്പാക്കാനും വ്യക്തികളെയും കമ്മ്യൂണിറ്റികളെയും പ്രചോദിപ്പിക്കാൻ നമുക്ക് കഴിയും. പ്രകൃതിയെ ആശ്ലേഷിക്കുന്നതിന് അതിൻ്റെ സൗന്ദര്യം ആസ്വദിക്കുക മാത്രമല്ല, അത് സംരക്ഷിക്കുന്നതിൽ നമ്മുടെ പങ്ക് തിരിച്ചറിയുന്നത് കൂടിയാണ്.
അത് ഒരു മരം നടുക, പ്ലാസ്റ്റിക് ഉപയോഗം കുറയ്ക്കുക, അല്ലെങ്കിൽ പാരിസ്ഥിതിക നയങ്ങൾക്കായി വാദിക്കുക എന്നതൊക്കെയാണ്. പ്രകൃതി ലോകവുമായുള്ള നമ്മുടെ ബന്ധം പരിപോഷിപ്പിക്കുന്നതിലൂടെ ജൈവ വൈവിധ്യവും സൗന്ദര്യവും കൊണ്ട് സമ്പന്നമായ ഒരു ഗ്രഹം ഭാവി തലമുറയ്ക്ക് പാരമ്പര്യമായി ലഭിക്കുമെന്ന് നമുക്ക് ഉറപ്പാക്കാൻ കഴിയും. അവസാനമായി, പ്രകൃതി അത്ഭുതത്തിൻ്റെയും ജ്ഞാനത്തിൻ്റെയും ഒരു നിധിയാണ്. ഇത് നമ്മുടെ ജീവിതത്തെ രൂപപ്പെടുത്തുന്നു, നമ്മുടെ ശരീരത്തെ പരിപോഷിപ്പിക്കുന്നു, നമ്മുടെ സർഗാത്മകതയെ പ്രചോദിപ്പിക്കുന്നു. നാം മുന്നോട്ട് പോകുമ്പോൾ പ്രകൃതി ലോകത്തെ സംരക്ഷിക്കുന്നതിനും ആഘോഷിക്കുന്നതിനും നമുക്ക് പ്രതിജ്ഞാബദ്ധരാകാം. അങ്ങനെ ചെയ്യുന്നതിലൂടെ നമ്മുടെ സ്വന്തം ഭാവിയും ഈ ഗ്രഹം നമ്മോടൊപ്പം പങ്കിടുന്ന എണ്ണമറ്റ ജീവജാലങ്ങളുടെ ഭാവിയും നമുക്ക് സുരക്ഷിതമാക്കാം.